പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാനുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്നാഥ് സിംഗിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. അതിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി പാക് ഉപപ്രധാനമന്ത്രി ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ടി.ജി. സജിത്ത് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നുള്ളത് പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര സംഘം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നയതന്ത്ര തലത്തിലടക്കം പലതരത്തിൽ ആ തിരിച്ചടി തുടങ്ങിയതുമാണ് നമ്മൾ. ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നത് അത് ഏത് തരത്തിലുള്ള തിരിച്ചടി ആലോചിച്ചുകൊണ്ടാണ്, ഏത് തരത്തിലാണ് കേന്ദ്രത്തിന്റെ ആലോചനകളും നീക്കങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആര്യ, സുപ്രധാനമായ നീക്കങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ച അതിപ്രധാനമാണ്. കാരണം സംയുക്ത സേനാ മേധാവി മുമ്പ് പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സന്ദർശനം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ പെഹൽഗാമിലെ ഈ സംഘർഷ സ്ഥലങ്ങളിലെല്ലാം സംയുക്ത സേനാ മേധാവി സന്ദർശിച്ചിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് പ്രതിരോധ മന്ത്രിയെ കണ്ടത്. തുടർന്ന് പ്രതിരോധ മന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുകയാണ്. ചില സുപ്രധാനമായ ആലോചനകൾ ഇന്ത്യ നടത്തുന്നു എന്ന സൂചനകളിലേക്കാണ് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമാണോ മറ്റെന്തെങ്കിലും നീക്കമാണോ, ഇക്കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വലിയ ഗൗരവ തരത്തിലുള്ള ആലോചനകൾ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു എന്നതാണ് സാഹചര്യം. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ച തുടരുന്നു എന്നതാണ് സാഹചര്യം. കാരണം ഈ പെഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിന് എൻഐഎക്ക് അതിന്റെ ചുമതല കൈമാറുന്നു. ഈ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇതിനപ്പുറമുള്ള തിരിച്ചടികൾക്കൊന്നും ഇന്ത്യ ഇതുവരെയും തയ്യാറായിട്ടില്ല. അത്തരം തിരിച്ചടികൾ ഉണ്ടാകുമോ അതിനുള്ള സൂചനകൾ സ്വാഭാവികമായും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരം സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തിന്റെ 3 സേനകളും, കര, വ്യോമ, നാവിക സേനകളും സജ്ജമായി തങ്ങൾ ഒരു നിർദ്ദേശം കാത്തു നിൽക്കുന്നു എന്നാൽ തോന്നൽ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവെക്കുകയും അത്തരം നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. അങ്ങനെ സർവ്വസജ്ജമായി നമ്മുടെ സേനാ വിഭാഗങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നയതന്ത്ര തലത്തിലും ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ ഫലം കാണുന്നു എന്ന് മനസ്സിലാക്കാൻ. കാരണം കൂടുതൽ ലോകരാജ്യങ്ങൾ നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എസ് ജയശങ്കർ നടത്തിയിരുന്നു. ഇതിന് പുറമെ ഫ്രാൻസിലും ലണ്ടനിലും അടക്കം കൂടുതൽ ആളുകൾ, കൂടുതൽ ഇന്ത്യൻ സമൂഹമൊക്കെ ഈ പെഹൽഗാം സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ നൽകി രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിൽ നിർണായകമാവുന്ന മറ്റു ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നു എന്നതാണ് മറ്റൊരു സാഹചര്യം. അത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയാണ്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഇന്ന് ചൈനയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ചൈനീസ് വിദേശകാര്യവുമായുള്ള ചർച്ചയിൽ പാകിസ്ഥാനിലും ഇന്ത്യൻ അതിർത്തിയിൽ ഈ രൂപപ്പെട്ട സാഹചര്യങ്ങൾ സംബന്ധിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ നിലപാടുകൾ ചൈനയെ ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചൈന ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം നടക്കണമെന്ന ഒരു നിലപാട് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു നിലപാട് ചൈന സ്വീകരിക്കുന്നത് ഒരുപക്ഷേ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടായി മാറുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ചൈനയുടെ ഭാഗത്തുനിന്നും നീക്കമുണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചുകൊണ്ട് ചൈനയെ സമീപിക്കുന്നു. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ചൈനയിൽ നിന്നുണ്ടാകും എന്ന സൂചന പങ്കുവെച്ചുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബോധപൂർവമായ പ്രചരണം നടത്തുകയാണ്, തെറ്റിദ്ധാരണജനകമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുകൂടി പാകിസ്ഥാൻ ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. ചൈനയുമായി പാകിസ്ഥാന് വലിയ ബന്ധമുണ്ട്, ആ ബന്ധം ഊട്ടിയുറപ്പിക്കും എന്നുകൂടി പ്രതീക്ഷിക്കുന്നതായി ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയാൽ ചൈനയുടെ സഹായം തേടുക എന്ന ഒരു നയതന്ത്ര നീക്കമാണോ പാകിസ്ഥാൻ നടത്തുന്നത് എന്ന സംശയം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലടക്കം ഇത് വലിയ പ്രതിസന്ധിയും സങ്കീർണ സാഹചര്യങ്ങളുമായി മാറുകയാണ്. അതാണ് സജിത്ത്, ഈ പ്രകോപനം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. നമുക്കറിയാം, ഇന്ത്യക്കായി കരുതി വെച്ച ആണവായുധങ്ങളുടെ കണക്ക് എന്നുള്ള തരത്തിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങളൊക്കെ വന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പിന്തുണ കൂടി പാകിസ്ഥാൻ ഉറപ്പാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ മറ്റൊരു സമാനമായ മറുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അമേരിക്കയും
ഇംഗ്ലണ്ടും അടക്കം പ്രധാനപ്പെട്ട ലോകശക്തികളൊക്കെ ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതിന് മറുപടി എന്നോണമാണ് അമേരിക്ക ചൈനയുടെ പിന്തുണ തേടുന്നത് എന്ന സംശയമുണ്ട്. ഒരുപക്ഷേ നയതന്ത്ര വിദഗ്ധരൊക്കെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അവർക്ക് കഴിഞ്ഞേക്കും. കാരണം നേരിട്ട് ചൈനയുമായി ഒരു ആശയവിനിമയം നടത്തി ഇക്കാര്യത്തിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിലോടുകൂടി ചൈനയുടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചൈനയുടെ പിന്തുണ തേടുക തന്നെയാവണം അവരുടെ ശ്രമം. ചൈനയുമായി വലിയ ബന്ധമുണ്ട് എന്ന കാര്യം കൂടി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ സാഹചര്യങ്ങളിൽ അയൽ രാജ്യം എന്ന രീതിയിൽ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ചൈനയുടെ പിന്തുണ തേടുക എന്നൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അതിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടി വേണം ഇത്തരം നീക്കങ്ങളെ കാണാൻ. ഫോണിലാണ് ഇരു മന്ത്രിമാരും ചർച്ച നടത്തിയത് എന്നതാണ് സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തായാലും ഏറെ സങ്കീർണമായ ഈ സാഹചര്യങ്ങളെ ഇന്ത്യയും അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ നിർണായകമാണ്. പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. തീർച്ചയായും TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏറെ നിർണായകമായ ചില നീക്കങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഡൽഹിയിൽ പ്രധാനമായും ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സാഹചര്യം. അതിനിടയിലാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി കടന്നുവരുന്നത്.